മനുഷ്യർ മൃതദേഹങ്ങൾ കൈകാര്യം ചെയ്യുന്ന രീതി നമ്മൾ വിചാരിക്കുന്നതിലും വളരെ വിചിത്രമാണ്. ചില പുരാതന ചതുപ്പു പ്രദേശങ്ങളിൽ കൈകളും കാലുകളും ശക്തമായി മടക്കിച്ചുരുട്ടിയ നിലയിലാണ് മൃതദേഹങ്ങൾ വെള്ളത്തിൽ നിക്ഷേപിച്ചിരുന്നത്. ഇവ ഒഴുകിപ്പോകാതിരിക്കാനും മൃഗങ്ങൾ നശിപ്പിക്കാതിരിക്കാനും മൃതദേഹങ്ങൾക്ക് മുകളിലായി മരക്കുറ്റികൾ നിലത്തടിച്ചുറപ്പിച്ചിരുന്നു. കാലക്രമേണ ജലസസ്യങ്ങളുടെ പാളികൾ ഇവയ്ക്ക് മുകളിൽ ഒരു സ്വാഭാവിക മൂടിയായി മാറുകയും വായുവും സൂര്യപ്രകാശവും കടന്നു ചെല്ലുന്നത് തടയുകയും ചെയ്തു. ഇത് ആയിരക്കണക്കിന് വർഷങ്ങളോളം ചില മൃതദേഹങ്ങൾ ജീർണിക്കാതെ സംരക്ഷിക്കപ്പെടാൻ കാരണമായി. മറ്റു ചിലയിടങ്ങളിൽ ആളുകൾ ശവപ്പെട്ടികൾ ഒട്ടും ഉപയോഗിച്ചിരുന്നില്ല. പകരം അവർ ആഴമേറിയതും ഇടുങ്ങിയതുമായ ലംബമായ, അതായത് വേർട്ടിക്കലായ കുഴികളെടുത്ത് മൃതദേഹം നിവർന്ന നിലയിൽ, അതായത് അപ്രൈറ്റായി ഇറക്കിവെച്ച ശേഷം മണ്ണ് മൂടുകയായിരുന്നു പതിവ്. കാലം കടന്നുപോയതോടെ മണ്ണിലെ സൂക്ഷ്മാണുക്കൾ മൃതദേഹത്തെ പടിപടിയായി ജീർണിപ്പിക്കുകയും ഒടുവിൽ അസ്ഥികൾ മാത്രം അവശേഷിപ്പിക്കുകയും ചെയ്തു. ഇതിനൊക്കെ പുറമെ കൂടുതൽ ആധുനികമായ ഒരു സമീപനവുമുണ്ട്. മൃതദേഹം ജീർണിച്ചു പോകുന്ന, അതായത് ബയോഡിഗ്രേഡബിൾ, മുട്ടയുടെ ആകൃതിയിലുള്ള ഒരു ക്യാപ്സ്യൂളിനുള്ളിലാക്കി ഒരു മരത്തിന്റെ ചുവട്ടിൽ അടക്കം ചെയ്യുന്ന രീതിയാണിത്. ശരീരം ജീർണിക്കുമ്പോൾ അത് വേരുകളാൽ ആഗിരണം ചെയ്യപ്പെടുന്ന പോഷകങ്ങളായി മാറുകയും മരത്തിന്റെ വളർച്ചയെ സഹായിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഒടുവിലത് ആ വ്യക്തിയുടെ ജീവനുള്ള ഒരു സ്മാരകമായി, അതായത് ലിവിംഗ് മെമ്മോറിയലായി മാറുന്നു.